ടി വി പ്രസാദ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ടി വി പ്രസാദ്, ആദ്യ ദിനം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു ക്യാബിനറ്റിൽ യോഗത്തിന് ശേഷം എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 2 നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. ആശമാരുടെ ഓണറേറിയം വർധനയടക്കം പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായിരിക്കുന്നു. ക്യാബിനറ്റ് ബ്രീഫിംഗ് കഴിയുന്ന സാഹചര്യങ്ങളിൽ എല്ലാം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു ശൈലി മാറ്റവും ഭരണ പരിഷ്കാരവും അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ സൂചന നൽകിയിരിക്കുന്നു ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി. ഉറപ്പായും മാധു, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 10 വർഷം കേരളം പരിചയിച്ച, ശീലിച്ച, കണ്ട സംവിധാനങ്ങളിൽ നിന്ന് മാറ്റം വരുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയ വി ഡി സതീശന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ആദ്യം നടത്തിയ വാർത്താ സമ്മേളനം, ആദ്യത്തെ മന്ത്രിസഭാ യോഗം, അത് ചരിത്രത്തിൽ ഇടം നേടുകയാണ്. നമ്മൾ കണ്ട നേരത്തെ ആ വി ഡി സതീശന്റെ പുതിയുഗ യാത്ര പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിച്ചപ്പോഴാണ് അവിടെ രാഹുൽ ഗാന്ധി ഈ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏറ്റവും പ്രധാനം, നാട്ടിലെ സ്ത്രീകളെല്ലാം കൈകൊട്ടി ആഘോഷിച്ചത് അത് സൗജന്യ യാത്രയായിരുന്നു. KSRTC ബസ്സുകളിൽ ആദ്യ മന്ത്രിസഭാ യോഗം അതിൽ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ജൂൺ 15 മുതൽ അത് നടപ്പിലാക്കും. അത് നടപ്പിലാക്കുന്നതിന്റെ വിശദീകരണത്തിലേക്ക്, വിശദാംശങ്ങളിലേക്ക് മുഖ്യമന്ത്രി പക്ഷേ കടന്നില്ല. ആർക്കൊക്കെ ആയിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ഏതൊക്കെ ബസ്സുകളിലായിരിക്കും, ദീർഘദൂര ബസ്സുകളിൽ കിട്ടുമോ, അതല്ല ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കുമോ എന്നതൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. അതിന്റെ സാമ്പത്തിക വശങ്ങൾ പരിശോധിക്കാനുണ്ട്. എന്തായാലും ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആ തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞത് രണ്ടാമത്തേത് വയോജന വകുപ്പാണ്. പ്രായമായ മനുഷ്യരെ ചേർത്ത് നിർത്താനുള്ള തീരുമാനം ആദ്യമായി ഒരു സർക്കാർ കൈക്കൊള്ളുന്നു. മറ്റൊരു തരത്തിലൊരു വകുപ്പുണ്ടാകുന്നു എന്നുള്ളതാണ്. വയോജന വകുപ്പ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് പറഞ്ഞ കാര്യങ്ങളിൽ പ്രഖ്യാപിച്ചതിൽ ആദ്യ 2 ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് മാധവ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ വി ഡി സതീശനും UDF-ഉം പറഞ്ഞ വാക്കാണ്. ആ വാക്ക് മറന്നു പോകരുതല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ തന്റെ വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ. ആശാപ്രവർത്തകർക്ക് കൂട്ടിയത് 1000 രൂപ മാത്രമാണെങ്കിലും അവർക്കൊരു 10,000 രൂപ കിട്ടിയതിന്റെ സന്തോഷം മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് അവർക്ക് കിട്ടി എന്നുള്ളതാണ് ആശാപ്രവർത്തകർ പറഞ്ഞത്. കാരണം അവരെ പരിഗണിക്കുന്നു, അവരുടെ സമരത്തെ അംഗീകരിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരാശ്വാസത്തിൻ്റെതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിനൊപ്പം തീരെ ശമ്പളം കുറഞ്ഞ, ഓണറേറിയം കുറഞ്ഞ മേഖലകളിൽ പാചക തൊഴിലാളികൾ, അംഗനവാടി വർക്കർമാർ ഉൾപ്പെടെയുള്ളവർക്ക്, ലോവർ പ്രൈമറിയിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്ക് 1000 രൂപ വീതം കൂട്ടാനുള്ള തീരുമാനം ഉണ്ടാകുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അങ്ങനെയെങ്കിൽ വരുന്ന കാലത്ത് പരിശോധിച്ചുകൊണ്ട് കൂടുതൽ അവർക്ക് ഓണറേറിയം കൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് വി ഡി സതീശന്റെ സർക്കാർ പോകും എന്നുള്ളതാണ്. പ്രോടൈം സ്പീക്കറായി ജി സുധാകരനെ തീരുമാനിച്ചു. 2 ഇന്ദിരാ ഗ്യാരണ്ടികൾ, 4 വാഗ്ദാനങ്ങൾ, ഇവ പാലിച്ചുകൊണ്ടാണ് ആദ്യ ക്യാബിനറ്റ് പിരിയുന്നത്. അതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു.